ഇത് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുനടത്തുന്നു. അതേ രീതിയിൽ ഒരു ലോക കേരള സഭ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെൻറ് ചർച്ച ചെയ്തു. തീരുമാനിച്ച് നമ്മളെല്ലാവരെയും ക്ഷണിച്ചത്. ഇതുകൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നു, നമ്മളെക്കൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിയിലും ഉന്നമനത്തിലും ഭാവി തലമുറയ്ക്ക് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ എന്തെല്ലാം സംഭാവനകൾ വിദേശ മലയാളികളായ നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നത് ആത്മാർത്ഥമായി ചർച്ച ചെയ്യാൻ. ഒന്ന്. രണ്ട്, വിദേശ മലയാളികളായ നമ്മൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കപ്പെടാം, അത് ചർച്ച ചെയ്യുക. മൂന്ന്, കേരളത്തിൻ്റെ ഭാവി തലമുറയുടെ പുരോഗതിക്ക് വേണ്ടി കേരളത്തിൻ്റെ വ്യാപാര മണ്ഡലം, അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഏരിയ, അതല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഏരിയ, അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കേരളത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ചർച്ച ചെയ്യാം. ഈ മൂന്ന് ഏരിയകളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 800 രാജ്യങ്ങളിൽ നിന്ന് 800 സ്റ്റോളുകളുള്ള ഗൾഫ് ഫുഡ് ഒരു ഭാഗത്തും 1100 സ്റ്റോളുകളുള്ള ഗൾഫ് ഫുഡ് എക്സ്പോ സെൻറ്ററിലും അങ്ങനെ 2 ഭാഗങ്ങളായി വലിയൊരു സീ ഫുഡ്, വലിയൊരു ഫുഡ് പ്രോസസ്സിങ് ഗൾഫ് ഫുഡ് നടക്കുകയുണ്ട്. അതിൽ ഇന്ത്യൻ പവലിയന് ഞാൻ പോയി കണ്ടപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഒരുപാട് പുതിയ ഇന്നോവേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഭക്ഷണ ഫുഡ് പ്രോസസ്സിംഗ് ലെവലിൽ, ഭക്ഷ്യ സംസ്കരണ ലെവലിൽ ഇന്ന് കേരളത്തിൽ നിന്ന് പുതിയ നമ്മുടെ പുതിയ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാണുകയുണ്ടായി. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യം ആ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച് വലിയ മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം. കാരണം കേരളത്തിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ. കാരണം ഭക്ഷണ ഹെൽത്ത് കോഷ്യസ് ആണെന്ന് ലോകം മുഴുവൻ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് ഫുഡ്, ഡയറ്റ് ഫുഡ്, എഗ് ഫ്രീ, ഷുഗർ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, ഓർഗാനിക്, അങ്ങനെയുള്ള പല ലെവലിലേക്ക് ഇന്ന് ഭക്ഷണ സംസ്കരണത്തിലെ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് മുഴുവൻ നിക്ഷേപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്, അതായത് 10, 50, 100 ആളുകൾ ഓരോ യൂണിറ്റിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിൻ്റെ എക്സ്പോർട്ട് കൂട്ടാനുള്ള വലിയൊരു സാഹചര്യം ഇന്ന് കേരളം. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 2, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ അറിവും പ്രാപ്തിയും കഴിവുമുള്ള യുവതി യുവാക്കൾ ഇന്ന് വളരെ ഉന്നതിയിലാണ് പഠിച്ചത്. അതിനു വേണ്ടത്
ഡാറ്റാ സെൻ്ററുകളടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കുകയും ലോകത്തെമ്പാടുമുള്ള കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സിങ്, കോൾ സെൻറ്റേഴ്സ്, അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുക. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മാതിരി, ഇന്നും സൂചിപ്പിച്ച മാതിരി, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഭാവി തലമുറ പുറത്തുപോയി ജോലി അന്വേഷിച്ച് യൂറോപ്പിൻ്റെ തെരുവീഥികളിൽ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ തെരുവീഥികളിൽ അമേരിക്കയുടെ തെരുവീഥികളിലൊക്കെ ഇങ്ങനെ ഞാൻ കുട്ടികളെ കാണാം. അതേ സ്ഥാനത്ത് ഇവിടെ ഔട്ട്സോഴ്സിങ്ങിന് ഏറ്റവും വലിയ ചാൻസാണ്. ഞങ്ങളുടെ തന്നെ 3500 ആളുകൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ഔട്ട്സോഴ്സിങ്. കാരണം ഇവിടെ ബുദ്ധിയും പ്രാപ്തിയും കഴിവും തന്നോടവുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവൈലബിളാണ്. അതും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, വിദ്യാഭ്യാസപരമായി നമ്മൾ ഏറ്റവും ഉയർന്നവരാണ്. ആ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഇന്ന് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നതിന് പകരം ലോകത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ വേണ്ടി ഉള്ള സാഹചര്യം ഉണ്ടാക്കുക. അത് ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രൗഡ് ഫണ്ടിങ് പലരും നിക്ഷേപിച്ചുകൊണ്ട്, കാരണം പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്നത് സംസാരിച്ച് തുടങ്ങുന്നതിന് തന്നെ മുമ്പ് നമ്മൾ PPPയിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയത്. ഇന്ന് ആ എയർപോർട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ 50 to 60% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് കേരളത്തിൽ കൂട്ടായ്മയിലൂടെ സാധ്യമാകാം. ആയതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ഈ 2 ദിവസം നമ്മൾക്കും നമ്മുടെ ഭാവി തലമുറക്കും കേരളത്തിൻ്റെ ഭാവി തലമുറ ഉപകാരപ്രദമായ ചർച്ചകളിലൂടെ മുന്നോട്ട് വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചാൽ അത് ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൂടാതെ ഞാനും മരണപ്പെട്ടു പോയ എൻ്റെ ആത്മസുഹൃത്ത് CK മേനോനും കൂടി നോർക്കയിൽ വിദ്യാഭ്യാസ ലോൺ ഞങ്ങൾ 2 കൂട്ടരും മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നോർക്ക ലോൺ സിസ്റ്റം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ മകൻ JK ഉണ്ട്. അതിലൂടെ ഞങ്ങൾ നോർക്കയിലൂടെ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ സഹായം ചെയ്യുന്നുണ്ട്. അത് 1-2 വ്യക്തികളല്ല, നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടായ്മയിലൂടെ ഇവിടുത്തെ പാവപ്പെട്ടവരും അശരണരും നിരാലംബരുമായി കഴിയുന്ന ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായി ഉയർത്താൻ വേണ്ടി നമ്മളെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. കാരണം നമ്മൾ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ അറിവും പ്രാപ്തിയുമുള്ളവരാണ്. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളെ കണ്ടു, ഗൾഫിൽ നിന്നുള്ള സുഹൃത്തുക്കളെ കണ്ടു, അമേരിക്കയിൽ നിന്നുള്ളവരെ കണ്ടു. അപ്പം ഞാൻ സിഡ്നിയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ സിഡ്നിയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 1985 സിഡ്നിയിലും അതിൻ്റെ അടുത്ത് മഡ്ജിയിലും അതിൻ്റെ അടുത്തുള്ള 3 സിസ്റ്റേഴ്സിലൊക്കെ കാണാൻ പോയിട്ടുണ്ട് 1985. അപ്പോൾ അവിടെ ഇപ്പം ഒരുപാട് മലയാളികൾ ഓസ്ട്രേലിയയിലുണ്ട്, കാനഡയിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. പക്ഷേ ഈ വക രാജ്യങ്ങളിൽ കൂടുതൽ. അവരപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി കേരളത്തിന് എന്ത് സഹായം ചെയ്യാൻ സാധിക്കുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്
എനിക്ക് മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, തീരുമാനമെടുക്കാം. ജയ് ഹിന്ദ്.